ആം ആദ്മിക്ക് ചില സംസ്ഥാനങ്ങളിലെ കാര്യങ്ങളിൽ വ്യക്തതക്കുറവുണ്ട്. ഉദാഹരണത്തിന് കോൺഗ്രസുമായി പഞ്ചാബിൽ സീറ്റ് ധാരണയൊന്നും ആയിട്ടില്ല. അത്തരത്തിൽ സീറ്റ് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള കൃത്യമായ നയം ആം ആദ്മിയുടെ നേതാവായിട്ടുള്ള ഭാഗവന്ത് സിംഗ് മൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കോൺഗ്രസ് നേതൃത്വം കെജ്രിവാളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതിശക്തമായി തന്നെ ദേശീയ തലത്തിൽ പ്രക്ഷോഭം നടത്തിയത് ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം ഒരു സംരക്ഷണ വലയം തന്നെ തീർത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ പാടെ ഉപേക്ഷിക്കാനും കഴിയുന്നില്ല. കോൺഗ്രസ് പല സ്ഥലങ്ങളിലും വിട്ടുവീഴ്ച നൽകി. ഗുജറാത്തിൽ ഉൾപ്പെടെ ഹരിയാനയിലും അതുപോലെ തന്നെ ഡൽഹിയിൽ ശക്തമായി തന്നെ കോൺഗ്രസ് ആം ആദ്മിയോടൊപ്പം നിൽക്കാം എന്നുള്ള വാക്ക് അത് വെറും വാക്കല്ല, അത് ശക്തമായി തന്നെ പ്രവർത്തിച്ച് കാണിക്കുന്നുണ്ട്. അതുതന്നെയാണ് കെജ്രിവാളിനും കൂട്ടർക്കും. വെറും ഒരു മുന്നണി പ്രവേശനമല്ല, ഇത് നിലനിൽപ്പിൻ്റെ കൂടി പ്രശ്നമായി മാറിക്കഴിഞ്ഞത്. ആദ്യമൊക്കെ കെജ്രിവാൾ ഇന്ത്യ മുന്നണിയിൽ എത്തിയത് തന്നെ കൃത്യമായ ആഗ്രഹങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു. എന്നാൽ വളരെ വൈകാതെ ED മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത് മുതൽ സംഗതി മാറുകയാണ്. അതായത് കോൺഗ്രസ് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു സംരക്ഷണം തീർക്കാൻ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി രംഗത്തിറങ്ങി. ഇത് ആം ആദ്മി പാർട്ടി നേതാക്കൾക്ക് വലിയ കരുത്താണ് പകർന്നത്. ആം ആദ്മിയുടെ നേതാവും ഡൽഹിയിലെ മന്ത്രിയുമായിട്ടുള്ള സൗരവ് ഭരദ്വാജ് പറഞ്ഞ വാക്കുകൾ തന്നെ ഏറ്റവും ഒടുവിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. കോൺഗ്രസ് ഇല്ലായിരുന്നെങ്കിൽ എന്നുള്ള സ്ഥിതിയിലേക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്ന തരത്തിലേക്ക് ആം ആദ്മിയുടെ പല നേതാക്കളും പ്രതികരിച്ചത് അഭൂതപൂർവമായിട്ടുള്ളൊരു കാര്യമാണ്. സാധാരണയായി കോൺഗ്രസിനെതിരെ പ്രവർത്തിക്കുകയും അവർക്കെതിരെ വിമർശനവുമായി രംഗത്ത് വരികയും അത്തരത്തിലാണ് 2013 അത് രൂപം കൊണ്ടത് തന്നെ. ഡൽഹിയിലാണ് അതിൻ്റെ പ്രഭവ കേന്ദ്രം എന്നതിരിക്കെ ന്യൂഡൽഹി കണ്ടോൺമെൻറ്റ് മണ്ഡലം ഷീലാ ദീക്ഷിതിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കെജ്രിവാൾ അവിടെ മുഖ്യമന്ത്രിയായി അവരോധിതനായത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. എന്നിട്ട് പോലും കോൺഗ്രസ് അങ്ങനെ മുഖ്യ ശത്രുവായി നിന്നുകൊണ്ട് പകപോക്കൽ രാഷ്ട്രീയം നടത്തിയിട്ടില്ല. പ്രതിപക്ഷ ധർമ്മം കോൺഗ്രസ് പലപ്പോഴായി പാലിച്ചിട്ടുണ്ട്, അതിനപ്പുറത്തേക്കില്ല. കഴിഞ്ഞ തവണ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് ശേഷം എത്രത്തോളം ആം ആദ്മി കൗൺസിലർമാരെ BJP നേതൃത്വം അതിശക്തമായി തന്നെ ഊരിയെടുക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തുമ്പോഴും കോൺഗ്രസ് അവിടെ കൃത്യമായും ഈ അവസരവാദ രാഷ്ട്രീയത്തിനെതിരെ രംഗത്ത് വരികയാണ് ചെയ്തത്. അതല്ലാതെ രാഷ്ട്രീയപരമായി ആം ആദ്മിയെ കുറ്റപ്പെടുത്തി പോലും സംസാരിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ ഒരു സാഹചര്യമാണ് ആം ആദ്മി പാർട്ടി പ്രത്യേകമായി മുന്നിൽ കാണുന്നത്.